തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതകൾ രാഷ്ട്രീയ വിശ്വാസങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലൊക്കെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. 5 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDAയുടെ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപിയായിരുന്നു. UDFൻ്റെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വ്യക്തികളുടെ ഒരു രാഷ്ട്രീയ വിശ്വാസം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാറുന്നതിന് ഇപ്പോൾ CC മുകുന്ദൻ ഉൾപ്പെടെ PK ശശി ഉൾപ്പെടെ ഒരുപാട് ഉദാഹരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ വിശ്വാസം മാറുന്നതിനെ പറ്റിയിട്ട് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? അല്ല, അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിലും ഈ ഭാഗ്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ സ്ഥാനമോഹത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റേതായ ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടുന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും ഇപ്പോൾ പറയുന്നത് ഉചിതമായിരിക്കില്ല, പലരും മരിച്ചുപോയ ആൾക്കാരാണ്. ആ മരണപ്പെട്ടു പോയ ആൾക്കാരെ പറ്റി നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇപ്പോൾ പത്മജ വേണുഗോപാൽ വന്നിട്ടുള്ളതൊരു വലിയൊരു പാരമ്പര്യത്തിൽ നിന്നാണ്, കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ്. അതിനേക്കാളുപരി K കരുണാകരൻ്റെ മകളായിരുന്നു അതാണല്ലോ അഡ്രസ്സ്. അല്ല, അതിപ്പോൾ അവർ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് വന്നത് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അഡ്രസ്സിൽ വരുന്ന ആളുകളാണ്. ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ BJP പോയല്ലോ. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ അനുജൻ BJP പോയി. അപ്പോൾ ഈ ഭാഗ്യം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ് അവരുടെ രാഷ്ട്രീയം. ഇപ്പം നമ്മൾ പറയുന്ന നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാമെന്ന് പറയുന്ന തരത്തിലുള്ള രാഷ്ട്രീയം ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള നമുക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണത്തോടും രാഷ്ട്രീയ ലക്ഷ്യത്തോടും ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ പെടുത്തേണ്ട ആൾക്കാരല്ല ഇത്തരം ആളുകളൊന്നും തന്നെ. അവർ അപ്പുറത്ത് ചാടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നൊരു വ്യക്തി അറിയപ്പെടുന്ന ഒരാൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഇടതുപക്ഷത്തെ എതിർക്കുന്നവർക്ക് ഒരു വടി കിട്ടുകയാണ്. അല്ലാണ്ട് അയാൾ ചെയ്ത കാര്യം മഹത്തരായി കൊണ്ടല്ല. നാളെ അദ്ദേഹത്തിൻ്റെ ഈ മറുകണ്ഠം ചാടിയതിനെ ഈ ജനങ്ങളൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയ വിരോധം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടതുപക്ഷത്തെ ഒന്ന് അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗമായിട്ട് ഇത്തരം മറുകണ്ഠം ചാടലിന് ഉപയോഗിക്കാൻ സന്ദർഭം കിട്ടുന്നുവെന്നല്ലാതെ അടിസ്ഥാനപരമായി ഈ മറുകണ്ഠം ചാടിയവർക്കോ എന്തെങ്കിലും നാളെ ഭാവിയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ അംഗീകാരം കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ മറുകണ്ഠം ചാടിയവർക്കൊന്നും അങ്ങനെ അംഗീകാരം കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങൾക്കറിയാം അത് ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയാം. അവരൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി കുറേ പറഞ്ഞുകൊണ്ടിരിക്കുക, പറയാൻ പാടില്ലാത്തതും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇപ്പുറത്ത് വരുമ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, മാർക്കം കൂടിയൊരു ബൈബിൾ ഉറക്കം ചൊല്ലെന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ഈ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തെ പറ്റിയും കുറ്റം പറയുകയും അതിനെപ്പറ്റി പറയാൻ പാടില്ലാത്തത് മുഴുവൻ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും കാലം ആ പാർട്ടിയാണ് ഈ ലെവലിലേക്ക് അവർ എത്തിച്ചതെന്ന കാര്യം പോലും മറന്നുകൊണ്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്കും രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാനതിനൊന്നും വലിയ ഗൗരവമായിട്ട് കണക്കാക്കുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മാറ്റുരയ്ക്കുന്ന സമയമാണല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഈ വിജയപരാജയങ്ങളെ സംബന്ധിച്ച് തീരുമാനത്തിലെത്തുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല സമയം. അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം എപ്പോഴും അവർ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ നമ്മളങ്ങനെ കണ്ടാൽ മതി. അതൊന്നും നമ്മൾ അത്ര വലിയ ഒരു വാല്യൂ അതിന് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ആളുകളെ പറ്റി. ഇപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോയിട്ടുള്ള CC മുകുന്ദൻ എന്ന് പറയുന്ന വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ ആളുകൾ ഒക്കെ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് വരെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നിരവധിയായിട്ടുള്ള പരാതികൾ അദ്ദേഹത്തെ പറ്റി കേൾക്കുകയും അദ്ദേഹത്തിനെതിരെ പാർട്ടി ഇൻറ്റേർണലായി നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പാർട്ടി തയ്യാറായിട്ടില്ല. കാരണം ഒരു പാർട്ടി വളർത്തിക്കൊണ്ടുവന്നൊരു കേഡറെ പറ്റി അവസാന നിമിഷം വരെ അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഏതൊരു പാർട്ടിയും ശ്രമിക്കുള്ളൂ. പക്ഷെ അദ്ദേഹം അപ്പുറത്തേക്ക് പോയി കഴിയുകയും അവിടെ നിന്ന് ശത്രുപക്ഷത്ത് നിന്ന് നമ്മളെ കടന്നാക്രമിച്ച് പാർട്ടിക്കെതിരെ യുദ്ധം ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ CC മുകുന്ദനെ പറ്റിയാണെങ്കിൽ അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങൾക്ക് വലിയ അടുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ തോന്നും ഈ പാർട്ടിയെ അദ്ദേഹമാണ് സംരക്ഷിച്ചതെന്നാണല്ലോ തോന്നുക. സത്യത്തിൽ അദ്ദേഹത്തിന്
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ചടയമൂരി സ്മാരക മന്ദിരമുണ്ട്. അതിന് മുമ്പിൽ ഒരു രക്തസാക്ഷി മണ്ഡപമുണ്ട്. ആ രക്തസാക്ഷി മണ്ഡപത്തിൽ 11 സഖാക്കളുടെ പേര് എഴുതി വച്ചിട്ടുണ്ട്. ആ 11 സഖാക്കളും പോലീസിൻ്റെ ഭീകരമായ മർദ്ദനമേറ്റ്, അതായത് കൊടിയ പീഡനം സഹിച്ച് പോലീസുകാർ ഇടിച്ചു കൊന്ന ആളുകളാണ്. പോലീസ് ഒരു വെടിവെപ്പിൽ കൊന്നു എന്ന് പറയുന്ന പോലെയല്ല, പോലീസുകാർ ഇടിച്ചു കൊന്ന ആളുകളാണ്. അങ്ങനെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളാണ് അവിടെ ആ മണ്ഡപത്തിൽ എഴുതി വെച്ചത്. അവരൊക്കെ വളരെ പാവപ്പെട്ട ചെത്തുതൊഴിലാളികളും വളരെ ദാരിദ്ര്യാവസ്ഥയിലുണ്ടായിരുന്ന ഉശിരന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ആ രക്തസാക്ഷികൾക്ക് പുറമെ അവിടുത്തെ ഓരോ വീടുകളിലും ഭീകരമായ മർദ്ദനമേറ്റിട്ടുള്ള ഒരുപാട് സഖാക്കൾ അവിടെ ഉണ്ടായിരുന്നു. കൈനഖത്തിൻ്റെ ഉള്ളിലും മുട്ടുസൂചി കയറ്റിയും, കാൽനഖത്തിൻ്റെ ഉള്ളിലും കൈനഖത്തിൻ്റെ ഉള്ളിലും ഈ പച്ച മനുഷ്യൻ്റെ ഉള്ളിലേക്ക് മുട്ടുസൂചി കയറ്റുക, ലിംഗത്തിനകത്തേക്ക് പച്ചിർക്കിലി മൊന കുറിപ്പിച്ച് അകത്ത് കയറ്റി പീഡിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒട്ടനവധി സഖാക്കൾ അന്തിക്കാട്ട് മണ്ണിലുണ്ട്. അന്തിക്കാട്ട് പോലീസ് സ്റ്റേഷനിൽ സഖാവ് KP പ്രഭാകരനെ പോലീസ് ഭീകരമായിട്ട് മർദ്ദിച്ചിട്ട് ശരീരം ചീർത്ത് കട്ടിലിൽ ഇങ്ങനെ ഈച്ചാർത്ത് അദ്ദേഹം കിടക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞു അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ സഖാവ് KP പ്രഭാകരൻ ഞങ്ങളുടെ നേതാവായിരുന്ന ആളാണ്. അവരൊന്നും സഹിച്ച ത്യാഗങ്ങളൊന്നും സഖാവ് CC മൂന്തൻ സഹിച്ചിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹം 22ാമത്തെ വയസ്സിൽ ഈ പറയുന്ന പാവപ്പെട്ട ആളുകൾ കൂടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് അന്തിക്കാട്ട് ചെത്തുതൊഴിലാളി സഹകരണ സംഘം. അദ്ദേഹത്തിന് 22ാമത്തെ വയസ്സിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ജോലി കൊടുത്തു. ഒരു പാർട്ടി സഖാവിനെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുക? ഒരു പാർട്ടി സഖാവിനെ നമ്മൾ സംരക്ഷിക്കുന്നത്, ഒരു പാർട്ടിയുടെ ഫുൾ ടൈമർ സഖാവിനെ സംരക്ഷിക്കുന്നതിന് 2-3 രീതികളുണ്ട്. ഒന്ന്, ആ സഖാവിൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസൃതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക, ലീഡർഷിപ്പിലേക്ക് വരാൻ അവസരം കൊടുക്കുക. പാർട്ടിയുടെ വർഗബഹുജന സംഘടനയിൽ അദ്ദേഹത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിന് മുന്നണിയിൽ നിർത്തുക. പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിക്കുന്നുകൊണ്ട് അദ്ദേഹത്തിന് കഴിവിനനുസൃതമായിട്ട് ഏതൊക്കെ പാർലമെൻ്ററി ജനാധിപത്യ ബോഡികളിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയുക, ആ ബോഡികളിലൊക്കെ അദ്ദേഹത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. മൂന്നാമത്തെ കാര്യം, അങ്ങനെയുള്ള സഖാക്കൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ കുടുംബപരമായിട്ടും ഒരു ഫുൾ ടൈമർ നമ്മുടെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യത എന്ന നിലയിൽ ആ സഖാവിന് മാന്യമായി ജീവിക്കാനുള്ള നിയമപരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക. ഒന്നുകിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കോ. ഈ 3 കാര്യങ്ങളും ഈ CC മൂന്നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. CPI അദ്ദേഹത്തിന് 22ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് CPI അദ്ദേഹത്തിന് ജോലി കൊടുത്തു. അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 60,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്യുന്ന സമയത്ത്. റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് 16,000 രൂപ വെച്ച് ഇപ്പോഴും അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. CPIയുടെ അന്തിക്കാട് പഞ്ചായത്തിലെ വാർഡിൽ അദ്ദേഹത്തെ 2 തവണ മത്സരിപ്പിച്ചു. ഒരു തവണ അദ്ദേഹത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാക്കി പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ 2 തവണ മത്സരിപ്പിച്ചു. ഭാര്യയും അവിടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ഞങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നാടല്ല, മുല്ലശ്ശേരിയിലെ CPIയുടെ സിറ്റിംഗ് സീറ്റ്, ഷുവർ സീറ്റ്, അത് പട്ടികജാതി സീറ്റായിട്ട് മാറി. അപ്പോൾ ആ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടികജാതി റിസർവേഷനായിരുന്നു. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അദ്ദേഹത്തെ മുല്ലശ്ശേരി മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. ആ മുല്ലശ്ശേരി മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചില്ല. കാരണം അന്ന് LDF തവണ പരാജയപ്പെട്ടു പോയി, ജില്ലാ പഞ്ചായത്തിലും പരാജയപ്പെട്ടു പോയി. അന്ന് അദ്ദേഹം അവിടെയും ജയിക്കുകയും ജില്ലാ പഞ്ചായത്തിന് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഞങ്ങൾ പാർട്ടിയുടെ 2 തവണ മത്സരിച്ച് ജയിച്ചു പോയ ഒരു സഖാവിന് പകരം CC മൂന്നിനെ ഞങ്ങളവിടെ നാട്ടിലെ ഒരു അന്തിക്കാട്ടെ ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ MLA ആക്കി ഞങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അവസരം കൊടുത്തത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പാർട്ടിക്ക് യോജിക്കാത്ത രീതിയിലും പല രീതിയിലും പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരു സ്ഥാനത്തെ സംബന്ധിച്ച് പാർട്ടി കമ്മിറ്റിയിൽ ആണല്ലോ ചർച്ച ചെയ്യുക. അപ്പോൾ പാർട്ടിയുടെ അടിമുടിയുള്ള എല്ലാ കമ്മിറ്റികളും ഇങ്ങനെ ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള 100% ആളുകളും ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാവില്ല എന്ന് നമുക്കറിയാലോ. അങ്ങനെ പറയുന്ന ഒരു വ്യക്തി, ഞാനിപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തതിനെ പറ്റി ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജില്ലാ കൗൺസിലും ജില്ലാ എക്സിക്യൂട്ടീവും നാട്ടിൽ നിന്ന് ആരാണ് സ്ഥാനാർത്ഥിയാവണമെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു കാരണവശാലും CC മൂന്നിനാവാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായപ്പെടുകയുണ്ടായി.
അദ്ദേഹത്തിനെ പാർട്ടിക്കകത്ത് ഇതുപോലെയുള്ള പല പ്രവർത്തനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയ അദ്ദേഹത്തെ മണ്ഡലം കമ്മിറ്റിയിൽ പ്രവർത്തിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു. അന്ന് അദ്ദേഹം പുറത്തിറങ്ങി പറഞ്ഞത് പാർട്ടിക്കകത്ത് അഴിമതി നടത്താൻ ഞാൻ കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് എന്നെ പുറത്താക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ തിരുത്താൻ പാർട്ടി പരമാവധി പരിശ്രമിച്ചു. എന്നിട്ടും അദ്ദേഹം പഴയ പ്രവർത്തനങ്ങളൊക്കെ തുടർന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇനി MLA ആയിട്ട് മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ, ഇത്രയും കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ളൊരു പ്രവർത്തകൻ, ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ തീരുമാനം പാർട്ടിയുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് എടുക്കും. പക്ഷെ പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉത്തരവാദിത്തമുള്ള അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ പിന്നെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത്, ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അത് ചേരുന്നതാണോ എന്ന് ജനങ്ങളും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ച് കഴിഞ്ഞപ്പോൾ TV ചാനലിൽ അത് വന്ന ഉടനെ അദ്ദേഹം മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല അങ്ങോട്ട് വിളിക്കുകയാണ്. ചെന്നിത്തല തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, എന്നെ മുകുന്ദൻ ഇങ്ങോട്ട് വിളിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ നേതൃത്വത്തെ ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് മത്സരിക്കാം എന്ന് പറയുകയും അതിനുവേണ്ടി ഡൽഹിയിലേക്കും തിരുവനന്തപുരത്തേക്കും ഫ്ലൈറ്റിൽ പറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ചാനലുകളിൽ വന്ന വാർത്ത മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അദ്ദേഹമായിട്ട് രഹസ്യമായി ചർച്ച നടത്തി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അല്ല, അതിലിപ്പോൾ രഹസ്യ ചർച്ചയ്ക്കും പരസ്യ ചർച്ചയ്ക്കൊന്നും വലിയ പ്രസക്തിയില്ല, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവിടെ ലോക്കൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ചില വാക്കുകൾ ഉപയോഗിച്ചു അദ്ദേഹത്തെ പറ്റി. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞാൻ BJPയിലേക്ക് പറ്റുമോ എന്നൊക്കെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനങ്ങളുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അവർ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിലൊരു ബന്ധം ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന വാക്കിനും പ്രവൃത്തിയും തമ്മിൽ കണക്ഷൻ വേണം. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഞങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാൻ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ പോലൊരാൾ പാർട്ടിക്കകത്ത് ഇങ്ങനെ എതിർപ്പുകൾ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയാണ്, ഞാനൊരു തവണ മാത്രമേ എനിക്ക് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, എനിക്ക് ശാരീരികമായും മറ്റു കാരണങ്ങളാൽ ഇത്തവണ ഇലക്ഷൻ മത്സരിക്കാനുള്ള ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് പകരം മറ്റൊരാൾ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് സഖാക്കൾ തന്നെ അദ്ദേഹത്തെ കാണുമായിരുന്നു. അപ്പോൾ നമുക്ക് MLA ആയിരിക്കാൻ അവസരം കിട്ടുന്നതിനേക്കാൾ ഉപരി ചില നിലപാടെടുക്കാൻ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ആ ശരിയായ നിലപാടെടുക്കുകയും കൂടി ചെയ്യുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് ചെയ്യാതെ തനിക്ക് ഒരു സ്ഥാനം കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ സ്ഥാനം തരാതിരുന്ന പാർട്ടിയെയും പാർട്ടി നേതാക്കന്മാരെയും അപമാനപ്പെടുത്തി അപകീർത്തിപ്പെടുത്തി മറുകണ്ഠം ചാടി അപ്പുറത്തെ എതിർ രാഷ്ട്രീയ കൂടാരത്തിലേക്ക് പോയി നമുക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് കാണുന്ന നാട്ടുകാർ ചിന്തിക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ പിന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം. ജനങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു എന്ന് കരുതി ഇപ്പോൾ ഞാൻ പറഞ്ഞ മുഴുവൻ ആൾക്കാർ വിശ്വസിക്കുക, ആളുകളത് റെഫർ ചെയ്യുക, ആളുകൾ എന്താണെന്നുള്ളത് നോക്കുമല്ലോ, ആളുകൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതൊക്കെ ഒരു അവസരമാണ്. ചില ആളുകളെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരു വ്യക്തിയെ പെട്ടെന്ന് ആളുകൾ ഏറ്റെടുക്കും. ചിലപ്പോൾ ശരിയായിട്ടുള്ള വ്യക്തി ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ജനങ്ങളെപ്പോഴും ചില സന്ദർഭങ്ങളിൽ നിഷ്കളങ്കമായിട്ട് ചില കാര്യങ്ങളാണ് വിശ്വസിക്കും. പക്ഷേ ജനങ്ങൾക്ക് അത് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ പിന്നെ അവർ എന്നേക്കുമായിട്ട് അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നൊരു രീതി ഈ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ നമുക്ക് എന്തായാലും ചരിത്രം മുന്നോട്ടാണല്ലോ പോണത്. അപ്പോൾ നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.